പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തനിക്ക് സ്തുതി. ഞാൻ പള്ളിക്കൂടത്തിലെ എൻ്റെ കുഞ്ഞു കൂട്ടുകാർക്ക് ക്രിസ്തുയേശുവിൽ സ്നേഹവന്ദനം. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, പുറപ്പാടിൻ്റെ നാഴ്വഴികളിലെ നാഴികക്കല്ലുകൾ, ദൈവം അത്ഭുതകരമായി ഇടപെടുന്ന നിമിഷങ്ങൾ, ഇസ്രായേൽ ജനം നേർക്കുനേർ ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികൾ കണ്ട് ആഴമായ വിശ്വാസത്തിലേക്ക് കടക്കുന്ന പ്രത്യേകമായ സന്ദർഭങ്ങൾ, വീണ്ടും വീണ്ടും പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, പ്രതിബന്ധങ്ങളിലൂടെ നടന്നു പോകുമ്പോൾ, ആ പുറപ്പാടിൻ്റെ നാഴ്വഴികളിൽ അവർ പലപ്പോഴും ദൈവത്തെ പരീക്ഷിക്കുകയായിരുന്നു, ദൈവത്തോട് കലഹിക്കുകയായിരുന്നു. ഈ പ്രയാസമെല്ലാം ഒരു നേർക്കാഴ്ചയായി കണ്ടു നിൽക്കുന്ന ദൈവപുരുഷനായ മോശ, ആ മോശ ദൈവത്തോട് ഹൃദയപൂർവമായി അപേക്ഷിച്ച് ദൈവജനത്തിലേക്ക് ദൈവത്തെ അടുപ്പിക്കുകയും ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്ന സംഭവം. പുറപ്പാടിൻ്റെ നാഴ്വഴികൾ, മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട് കനാൻ ദേശത്തിലേക്കുള്ള ഈ യാത്രയിൽ ഈ നാഴ്വഴികളിൽ നമ്മൾ സുപ്രധാനമായ ചില നാഴികക്കല്ലുകൾ കണ്ടെത്തുകയായിരുന്നു. ദൈവം കരുതുന്നു. ഇന്നത്തെ പാഠത്തിന് നമ്മൾ കൊടുത്തിരിക്കുന്ന ശീർഷകം അതാണ്. ദൈവം കരുതുന്നു. ഗോഡ് കെയേഴ്സ്. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം 23 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ ഒരു പ്രത്യേകമായ നാഴികക്കല്ല് നാം ശ്രദ്ധിക്കുകയായി. ഇസ്രായേൽ ജനം ചെങ്കടൽ കടന്ന് ശൂർ മരുഭൂമിയിലെത്തി. 3 ദിവസം അവർ മരുഭൂമിയിൽ വെള്ളം കിട്ടാതെ സഞ്ചരിച്ചു. അവസാനം അവർ മാറ എന്ന ദേശത്ത് എത്തി. അവിടെ വെള്ളമുണ്ട്, പക്ഷേ അത് കയ്പുള്ളതാണ്. അതവരെ വല്ലാതെ കുഴക്കി. ആ സന്ദർഭത്തിൽ യഹോവ മോശയ്ക്ക് ഒരു വൃക്ഷം കാണിച്ചു കൊടുത്തു. ആ വൃക്ഷക്കൊമ്പ് ഇലകളോടുകൂടെ വെള്ളത്തിൽ ഇട്ടപ്പോൾ കയ്പുരസമുള്ള വെള്ളം മധുരമായി രൂപാന്തരപ്പെടുകയായി. അങ്ങനെ ഇസ്രായേൽ ജനം ദാഹം ശമിപ്പിച്ച് ദൈവത്തിൻ്റെ ഇടപെടലുകളിൽ ദൈവത്തിൻ്റെ അത്ഭുതകരമായ ആ ഇടപെടൽ സന്തോഷിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ദൈവം കരുതുന്നു. ഇന്നും നമ്മളെ കരുതുകയായി. വീണ്ടും ഇസ്രായേൽ ജനം മുന്നോട്ട് പോകുന്നു. കനാനിലേക്കുള്ള പുറപ്പാടിലാണല്ലോ അവർ മാറവിട്ട് സീൻ മരുഭൂമിയിലൂടെ സഞ്ചരിച്ചു പോവുകയാണ്. മരുഭൂമി യാത്ര വളരെ ക്ലേശകരമാണ്. മരുഭൂമിയല്ലേ? അവിടെ ഭക്ഷിപ്പാൻ അവർക്ക് ഭക്ഷണം വേണ്ടത്രയില്ല, ഒട്ടുമില്ല എന്ന് പറയുകയാണ് നല്ലത്. അപ്പോൾ അവർ അവരുടെ കഷ്ടപ്പാടുകളെ ഓർത്തു. മിസ്രൈമിലായിരുന്നപ്പോൾ അവർക്ക് ധാരാളം അപ്പവും ഇറച്ചിയും ഭക്ഷണമായിട്ട് ലഭിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ അവർ മരുഭൂമിയിലാണ്. എങ്ങനെ മുമ്പോട്ട് പോകും എന്നിങ്ങനെ ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടലുകൾ ധാരാളമുണ്ടായിട്ടും അത് മറന്ന് അന്ന് അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധിയിൽ കുടുങ്ങി അങ്ങനെ വിഷമിക്കുകയായിരുന്നു. ആ സന്ദർഭത്തിൽ ദൈവം മോശയിലൂടെ അവരോട് കൽപ്പിക്കുന്നു. രാവിലെ നിങ്ങൾക്ക് മന്ന എന്ന അപ്പം കിട്ടും, വൈകിട്ട് കാടപ്പക്ഷിയും നിങ്ങൾക്കുണ്ടാവും. അങ്ങനെ മന്ന ഭക്ഷിപ്പാൻ
അതോടൊപ്പം കാടപ്പക്ഷിയുടെ ഇറച്ചി. അങ്ങനെ സമൃദ്ധമായ ഒരനുഭവത്തിൽ മരുഭൂമിയിലൂടെ കടന്നു പോകുവാൻ ദൈവം അവരെ കടാക്ഷിച്ചു എന്ന് നാം കാണുകയാണ്. അവരങ്ങനെ സംതൃപ്തരായി മുമ്പോട്ട് പോകുന്നത് നമുക്ക് കാണാൻ കഴിയും. മന്ന പെറുക്കുന്നത് സംബന്ധിച്ച് ഒരു വാക്യം പ്രത്യേകമായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പുറപ്പാട് പുസ്തകം 16-ാം അധ്യായം 17-ഉം 18-ഉം വാക്യങ്ങൾ. ചിലർ ഏറെയും ചിലർ കുറയും പെറുക്കി. ഏറെ കിട്ടിയവർക്ക് ഏറെയും കുറച്ച് കിട്ടിയവർക്ക് കുറവും ഉണ്ടായില്ല എന്ന് പ്രത്യേകം രേഖപ്പെടുത്തുന്നുണ്ട്. ഇതൊരു ജീവിതത്തിൻ്റെ പ്രമാണമാണ്. അന്നന്നത്തേക്കുള്ള ഭക്ഷണമാണ് ദൈവം അവർക്ക് ലഭ്യമാക്കിയത്. അത് ഏറെ കരുതി അത്യാർത്തി പ്രയോജനമൊന്നും ഉണ്ടായില്ല. കുറച്ചു പെറുക്കി അതൃപ്തി, അതിലും പരിഭവപ്പെടേണ്ടതില്ല. അന്നേക്കുള്ള ആഹാരം തരുന്ന അത്ഭുതവാനായ ദൈവം ഇന്നും ജീവിക്കുന്നുവെന്ന് ഇസ്രായേൽ ജനം മനസ്സിലാക്കുകയാണ്. കുഞ്ഞുങ്ങളെ, ശാന്തമായി ഈ 15-ാം അധ്യായത്തിൻ്റെ ഒടുവിലത്തെ ഭാഗവും പുറപ്പാട് പുസ്തകം 16-ാം അധ്യായം 1 മുതൽ 36 വരെ ആ അധ്യായം മുഴുവനും ശാന്തമായി നമ്മൾ വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടലും സംരക്ഷയും കാണുവാൻ നമുക്ക് വീണ്ടും അവസരം ലഭിക്കും. ദൈവത്തിൻ്റെ കൃപ നാം എല്ലാവരിലും ഉണ്ടായിരിക്കട്ടെ. ദൈവം ഇന്നും ജീവിക്കുന്നു. അവൻ കരുതുന്നവനായ ദൈവമാവും. ദൈവം കരുതുന്നു.